സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ആണ്. സാധാരണയായിട്ട് നമ്മുടെ ഫോൺ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ പല അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആർക്കും കിട്ടുകയാണെങ്കിൽ അവർക്കൊരു എമർജൻസി കോൾ നിങ്ങളെ വീട്ടിലവരെയോ ആരെങ്കിലും നിങ്ങൾ എമർജൻസി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എമർജൻസി ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം. ഇപ്പോൾ സാധാരണ നമ്മൾ ലോക്കാണ് ഇതേപോലെ നമ്മളെ ഫോൺ നമ്മൾ ലോക്കാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ എമർജൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോൾ പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്. ഈ സെറ്റിംഗ് നിങ്ങൾ തീർച്ചയായും ചെയ്ത് വെക്കണം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ നമ്മളെ ഫോൺ ലോക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് തുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായും ചെയ്ത് വെക്കുക. ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾ എമർജൻസി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എമർജൻസി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ കാണാം. എമർജൻസിയിലൊരു ഓപ്ഷൻ കാണാം. എമർജൻസി SOS എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എമർജൻസി കോൺടാക്റ്റ് എന്ന് കാണാം. ഈ എമർജൻസി കോൺടാക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എമർജൻസി കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് കോൺടാക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ വൈഫിൻ്റെയോ നിങ്ങളുടെ ഫാദറോ നിങ്ങളുടെ മദറിൻ്റെയോ നമ്പർ നിങ്ങൾ ഇതിൽ ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയെന്ന് സംഭവിക്കാതിരിക്കട്ടെ. എങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ലോക്ക് തുറക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല, അഥവാ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ കഴിയില്ല. ഈ സമയത്ത് നിങ്ങൾ എമർജൻസിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ഇൻഫോം നമുക്ക് അവർക്ക് ഇതേപോലെ അവരുടെ നമ്പറിലേക്ക് നമുക്ക് ഇതേപോലെ കോൾ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ സെറ്റിങ്സ് ചെയ്യുക. ഇതേപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.